കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോഴിക്കോട് ശനിയാഴ്ച നടക്കുന്ന വിമുക്ത ഭട റാലിയുടെയും മഹാസമ്മേളനത്തിന്റെയും ഒരുക്കങ്ങൾ പൂർത്തിയായതായി വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗിന്റെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 14 ശനിയാഴ്ച കോഴിക്കോട്ട് വിമുക്ത ഭട റാലിയും മഹാസമ്മേളനവും സംഘടിപ്പിക്കുന്നു. വൈകുന്നേരം 3:30 മാനാഞ്ചിറ മൈതാനിയിൽ നിന്നും ആരംഭിക്കുന്ന മഹാറാലി കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ സമാപിക്കും. തുടർന്നുള്ള സമ്മേളനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും. സംഘടനയുടെ 60ാം വാർഷികാഘോഷം കോഴിക്കോട് MP എം കെ രാഘവൻ ഉദ്ഘാടനം ചെയ്യും. പ്രിയപ്പെട്ട പത്രമാധ്യമ സുഹൃത്തുക്കളെ, കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗിൻ്റെ 60ാം വാർഷികം പ്രമാണിച്ചുകൊണ്ട് കോഴിക്കോട് മാനാഞ്ചിറ മൈതാനിയിൽ നടക്കുന്ന മഹാസമ്മേളനം അധ്യക്ഷം വഹിക്കുന്നത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റായ ലഫ്റ്റനന്റ് കേണൽ ജയദേവൻ സാറായിരിക്കും. ഉദ്ഘാടനം ചെയ്യുന്നത് കോഴിക്കോടിൻ്റെ പ്രിയപ്പെട്ട MP എം കെ രാഘവൻ സാറായിരിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മുടെ പഴയന്നൂർ ബ്ലോക്കിൻ്റെ കീഴിലുള്ള 6 പഞ്ചായത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വളരെ വിപുലമായി വളരെ അച്ചടക്കത്തോടു കൂടി നിങ്ങളെല്ലാവരും ഇതിലോട്ട് ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുകയുണ്ടായി. അതുകൂടാതെ മറ്റന്നാൾ, അതായത് 14-ാം തീയതി രാവിലെ 5:30 മുതൽ 6:30 വേളയ്ക്കുള്ള സമയത്ത് ഞങ്ങളുടെ 6 പഞ്ചായത്തിൽ നിന്നും 6 വണ്ടികൾ, 6 ബസ്സുകൾ, ഏകദേശം 240-200 അംഗങ്ങളോളം ഇവിടുന്ന് പങ്കെടുക്കുന്നുണ്ട്. അവിടുത്തെ പ്രധാന കാര്യപരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4:30 പൊതുസമ്മേളനം വെച്ചിട്ടുള്ളത്. പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ശ്രീ എം കെ രാഘവൻ MP ആയിരിക്കും. 60ാം വാർഷിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇന്ത്യൻ എക്സ് സർവീസസ് ലീഗ്. ഇന്ത്യൻ എക്സ് സർവീസസ് ലീഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എക്സ് സർവീസസ് ലീഗിനോട് അഫിലിയേറ്റ് ചെയ്തിട്ടാണ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ഉള്ളത്. അതിൻ്റെ പ്രസിഡന്റ് IESL ഇന്ത്യൻ എക്സ് സർവീസസ് ലീഗിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ബ്രിഗേഡിയർ ഇന്ദ്രമോഹൻ സിംഗ് ആയിരിക്കും. മുഖ്യാതിഥിയായിട്ട് ലഫ്റ്റനന്റ് ജനറൽ സുരേന്ദ്രനാഥ്, മുൻ സദേൺ ആർമി കമാൻഡർ, ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ വർഗീസ് കാപ്പിൽ, ഞങ്ങളുടെ മുഖ്യ രക്ഷാധികാരി കേണൽ CT അരശു, ശ്രീമതി ശ്രീജ സന്തോഷ്, ലളിത M നായർ, ശ്രീമതി തുളസി ശങ്കർ, ബ്രിഗേഡിയർ ആനന്ദക്കുട്ടൻ, കൂടാതെ ചേലക്കരയിലെ വളരെ പരിചിതമായ മുഖമായ ഞങ്ങളുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ KR ഗോപിനാഥൻ നായരും ഉണ്ടായിരിക്കും. അതിനുശേഷം ഞങ്ങളുടെ മുൻ സംസ്ഥാന അധ്യക്ഷ, മഹിളാ വിങ്ങിൻ്റെ അധ്യക്ഷ ശ്രീമതി കാർത്യായനി P മേനോൻ, വേറെ ഒരു മഹിളാ വിങ്ങിൻ്റെ മുൻ സംസ്ഥാന അധ്യക്ഷ കൂടിയായിരുന്ന ശ്രീമതി ഇന്ദിരാദേവി തുടങ്ങിയ ആളുകൾ ആശംസാ പ്രസംഗം നടത്തുന്നതായിരിക്കും. അതിനുശേഷം കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ എഴുതി ചേർത്തുകൊണ്ട് ഒരു അവകാശ പത്രികാ സമർപ്പണം നടത്തുന്നത് ശ്രീ അജിത് കുമാർ ഇളയിടത്ത്, ദാറ്റ് ഈസ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി, KSCSലിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരിക്കും. ഇതൊക്കെയാണ് അന്നത്തെ പ്രോഗ്രാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരും സഹകരണത്തോടും ആശീർവാദത്തോടും സ്നേഹത്തോടും നിങ്ങളുടെ പട്ടാളക്കാരോടും അവരുടെ കുടുംബത്തോടും വിമുക്തഭടന്മാരുടെ അവരുടെ ആശയങ്ങളോടും അവരുടെ അച്ചടക്കത്തോടും അർപ്പണ മനോഭാവത്തോടുമുള്ള നിങ്ങളുടെ ഐക്യദാർഢ്യം വഹിച്ചുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് റിട്ടയർഡ് കേണൽ ജയദേവൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ വിവിധ ജനപ്രതിനിധികളും സംഘടനാ നേതാക്കളും പങ്കെടുക്കും. 1965 കോട്ടയത്ത് രൂപീകൃതമായ ഈ സംഘടന ഇന്ന് കേരളത്തിലെ 14 ജില്ലകളിലും സജീവമായി പ്രവർത്തിക്കുന്നു. വിമുക്ത ഭടന്മാരുടെ അവകാശങ്ങൾക്കായി നിരന്തരം പോരാടുന്ന സംഘടനയുടെ കരുത്ത് വിളിച്ചോതുന്നതാകും ശനിയാഴ്ചത്തെ റാലി. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗിൻ്റെ 60ാം വാർഷികം ആഘോഷിക്കുകയാണ് ഞങ്ങൾ ഫെബ്രുവരി 14-ാം തീയതി ശനിയാഴ്ച. അത് കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്തിലാണ് ഇതിൻ്റെ പൊതുസമ്മേളനവും മറ്റു കാര്യപരിപാടികളും സംഘടിപ്പിച്ചിട്ടുള്ളത്. അവിടെ നിന്ന് 4 മണിക്ക് ഞങ്ങൾ 18 ബ്ലോക്കിലെയും 18 ബസ്സുകൾ തന്നെയാണ് ഇവിടുന്ന് പോകുന്നത്, അവിടേക്ക് എത്തുന്നത്. ആ 18 ബസ്സിൽ വരുന്ന മഹിളകളോടും മാതൃസംഘടനയോടൊപ്പം എല്ലാ മഹിളകളും അവിടെ എത്തിച്ചേരുന്നതാണ്. ഞങ്ങൾ അവിടെ റാലിയായിട്ട്
ഫ്രീഡം സ്ക്വയറിലേക്ക്, അതായത് കോഴിക്കോട് ബീച്ചിൻ്റെ ഈസ്റ്റ് ഭാഗത്തേക്ക്, അവിടെ ഫ്രീഡം സ്ക്വയർ, വർമ്മരാജ നഗർ എന്നുകൂടി അതിനെ അറിയപ്പെടുന്നുണ്ട്. അവിടേക്ക് ഞങ്ങൾ കാൽനടയായി ഒരു കാൽനട യാത്രയും സംഘടിപ്പിക്കുന്നുണ്ട്. അതിന് ഉദ്ദേശം വെറും യുദ്ധസമയത്തും മാത്രം പരിഗണിക്കുന്ന ഒരു സംഘടനയായി തീർന്നിരിക്കുകയാണ് KSCSL. രാജ്യത്തിന് ഇത്രമാത്രം അവരുടെ ജീവിതവും സമയവും യൗവനവും അർപ്പിച്ചുകൊണ്ട് അവരൊക്കെ അവരുടെ കാലങ്ങൾ കടന്നുപോയി. ഇപ്പോൾ വാർദ്ധക്യത്തിൽ അവർക്ക് വേണ്ടതായ യാതൊരു അവകാശങ്ങളും ലഭിക്കുന്നില്ല എന്നത് വാസ്തവം. പരിപാടിയുടെ വിശദാംശങ്ങൾ അറിയിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് അരവിന്ദാക്ഷൻ, ഉഷ ബാലകൃഷ്ണൻ, മനോജ് തോട്ടത്തിൽ, സ്വാമിനാഥൻ എന്നിവർ പങ്കെടുത്തു. ഈ കഴിഞ്ഞ കാലയളവിൽ എൻ്റെ പീരീഡിൽ ഞങ്ങൾ ചേലക്കര ചെയ്ത വർക്കുകൾ, ഒന്ന് SMT സ്കൂളിൽ നമ്മൾ ഫ്ലഡ് ടൈമിന് സർവീസ്മെൻ ഫുൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് കുടുംബങ്ങളെ മാറ്റാനും ബാക്കി അവർക്ക് വേണ്ട ഭക്ഷണത്തിന് വേണ്ട ഹെൽപ്പുകൾ നമ്മൾ ചെയ്യാണ്ടായി. ഒന്ന് വെങ്ങനല്ലൂർ കുളട്രി സ്കൂളിൽ നമ്മൾ ഒരു ദിവസത്തെ ഭക്ഷണവും അതുകൂടാണ്ട് അവർക്ക് വേണ്ട ഡ്രസ്സുകൾ അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയുണ്ടായി. പിന്നെ പുതുതലമുറയ്ക്കായിട്ട് വേണ്ടിയിട്ട് നമ്മൾ വാർ മെമ്മോറിയൽ എന്നൊരു സ്ഥാപനം, അതായത് ഒരു സ്തൂപം, അത് നമ്മൾ ചേലക്കര മാതൃകയാകാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ ആർമി ആൻഡ് ഫോഴ്സ്, ഡിഫൻസ് ഫോഴ്സിൽ എല്ലാവരും കുറച്ചും കൂടി ആകർഷിക്കട്ടെ എന്ന ലെവലിലാണ് നമ്മൾ അതും കൂടി അവിടെ ചെയ്യുകയുണ്ടായി. പിന്നെ പൊതു കാര്യങ്ങൾ എന്ത് വരികയാണെങ്കിലും ഞങ്ങൾ ഇടപെട്ടുകൊണ്ട് സർവീസ്മാനോട് കഴിയുന്ന സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ മരുന്നുകളാവട്ടെ, ബാക്കി അല്ലെങ്കിൽ നമ്മൾ ഇടപെട്ടുകൊണ്ട് സർവീസ്മാൻ കുടുംബങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ സർവീസ്മാൻ കുടുംബങ്ങൾക്കും ഫസ്റ്റ് പ്രയോറിറ്റി ഞങ്ങൾ ഹെൽത്തി, ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ ഇടപെട്ടുകൊണ്ട്. ന്യൂസ് ഡെസ്ക് CCV.